അരിപ്പാലം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം സെപ്റ്റംബർ 27 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരിക്കും. ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച അവാർഡ് തുക ഉപയോഗിച്ചു വാങ്ങിയ സ്ഥലത്ത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 ഘട്ടങ്ങളിലായി അനുവദിച്ച 1.49 കോടി രൂപ ഉപയോഗിച്ചാണ് 5600 അടി ചതുരശ്ര അടിയിലധികം വിസ്തീർണവും അത്യാധുനിക സംവിധാനങ്ങളും വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങളുമുള്ള പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി അരിപ്പാലം സെന്ററിൽ നിന്നും ഘോഷയാത്ര, സമ്മേളനാനന്തരം വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കവിത സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജോസ് മൂഞ്ഞേലി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മാത്യു പോൾ ഊക്കൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയ പി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ വളരെയേറെ അഭിമാനത്തോടു കൂടി കാണുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണവും നടപ്പിലാക്കുകയും തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികൾ വരികയും ചെയ്തതോടുകൂടി ഇത്തരം ചെറിയ ഒരു ഗ്രാമപഞ്ചായത്ത് സൗകര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായ സാഹചര്യത്തിലാണ് പുതിയൊരു കെട്ടിടത്തെ സംബന്ധിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആലോചിക്കുകയും ബഹുമാനീയവും ആദരണീയമായിട്ടുള്ള ബിന്ദു ടീച്ചറെ സമീപിക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ ടീച്ചർ നമ്മളോട് പറഞ്ഞത്, ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഞാൻ തരാം, പക്ഷേ സ്ഥലം നിങ്ങൾ വാങ്ങണം എന്നുള്ളതാണ്. നമുക്കറിയാം, സംസ്ഥാനത്തെയും ജില്ലയിലെയും ഏറ്റവും നല്ല പഞ്ചായത്തിന് കിട്ടിയ അവാർഡ് തുക ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്ഥലം വാങ്ങുകയും ആ സ്ഥലത്ത് 5600 വരുന്ന പുതിയ സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടം പണി പൂർത്തീകരിച്ചു. ടീച്ചർ തന്നിട്ടുള്ള പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ 1,49,00,000 രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കെട്ടിടത്തിൻ്റെ പണി നാം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏറെ അഭിമാനത്തോടുകൂടി ഈ വരുന്ന 27-ാം തീയതി ഈ പുതിയ മന്ദിരം പ്രിയപ്പെട്ട ടീച്ചർ വൈകിട്ട് 3 മണിക്ക് നാടിന് തുറന്നു കൊടുക്കുകയാണ്.